നമുക്ക് വേണമെങ്കിൽ ബ്രസ അല്ലെങ്കിൽ 3XO ഈവൻ വെന്യൂ സോണറ്റൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രോപ്പർ ജർമ്മൻ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ സ്കോഡ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ സൗണ്ട് ട്യൂൺ ചെയ്യാമെന്ന് പെട്ടെന്ന് നോക്കാം. അത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിന് ശേഷം നമുക്ക് കൈലാക്കിലൊരു പാട്ട് കേൾക്കാം, അതിഗംഭീരമായിരിക്കും. പാഡൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. സോ റെസ്പോൺസീവ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ഡ്രൈവിൽ ചെക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കിനാണ് കുറച്ചും കൂടി ശബ്ദം കൂടുതൽ ഇഫ് കമ്പയർ ടു മാനുവൽ. ഇതിപ്പോൾ എൻ്റെ ഫീലാണ്. ഉറപ്പായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്കോഡയുടെ ഏറ്റവും പുതിയ സബ് 4 മീറ്റർ SUV ആണ് സ്കോഡ കൈലാക്ക്. അപ്പോൾ ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കോഡ എന്ന ജർമ്മൻ സ്റ്റേബിളിൽ ഏറ്റവും വില കുറവ് നമുക്ക് പറയാൻ പറ്റും. ഏകദേശം 7.89 ലക്ഷമാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറും. അതായത് ഓൺ റോഡ് വരുമ്പോൾ 9,34,000 രൂപയ്ക്ക് നമുക്കൊരു ജർമ്മൻ എഞ്ചിനീയറിംഗ് ഉള്ളൊരു വാഹനം സ്വന്തമാക്കാം. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രസ അല്ലെങ്കിൽ 3XO ഈവൻ വെന്യൂ സോണറ്റൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രോപ്പർ ജർമ്മൻ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ സ്കോഡ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഈ ഒരു വാഹനത്തിനകത്തുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഓൾ തിങ്സ് ഓട്ടോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കോൺസെപ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഈ ഒരു വാഹനം അവർ ഇറക്കുമ്പോൾ അതിനൊരു പേരിടണം. ആ പേരിടുന്ന വ്യക്തിക്ക് ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് സ്കോഡ കൊടുക്കും എന്നാണ് 1 വർഷം മുമ്പ് പറഞ്ഞത്. അതേപോലെ സംഭവിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ പേരിട്ടത് ഒരു മലയാളിയാണ്. ആ മലയാളി നമ്മുടെ ഫോളോവറാണ്. സോ കൺഗ്രാജുലേഷൻ മുഹമ്മദ് സിയാദ് ഫോർ യുവർ കാർ. സോ നമുക്കിനി വാഹനത്തിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ 2 വാഹനങ്ങൾ റിവ്യൂ ചെയ്യും. അതായത് കൈലാക്കിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്, അതായത് ഈ കാണുന്ന ഗ്രീൻ കളർ വാഹനം, അതുപോലെ തന്നെ പെട്രോൾ മാനുവൽ ആയിട്ടുള്ളൊരു വാഹനം. അപ്പോൾ ഈ 2 വാഹനങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കംപ്ലീറ്റ് എപ്പിസോഡ് കാണാം. അത് മാത്രമല്ല ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എപ്പോഴും ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻസ് പ്രോപ്പർ ആവാൻ ചാൻസസ് വളരെയേറെ കുറവാണ്. അപ്പോൾ അങ്ങനെ ആയ വണ്ടികളുണ്ട്, അങ്ങനെ ആവാത്ത വണ്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏക ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുഷാക്കിനെക്കാട്ടിലും ഈ വാഹനം ചെറുതാവും. അപ്പോൾ അങ്ങനെ ചെറുതാവുമ്പോൾ ഒറ്റയടിക്ക് വെട്ടിയ പോലത്തെ ഫീലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇംപ്രഷൻ ഓൺ ദിസ് കാർ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ ഡ്രോപ്പ് ചെയ്യുക. സോ നമുക്ക് ആ വാഹനത്തിൻ്റെ ആ ഒരു ഡിസൈൻ ഭംഗിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ഗ്രില്ല് നമ്മൾ മിക്ക സ്കോഡ വാഹനത്തിൽ കണ്ടിട്ടുണ്ട്. സോ ഇതാണ് സ്കോഡയുടെ ആ ഒരു ഫേസ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്ലോസി ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്. വെർട്ടിക്കൽ ഫ്ലാറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു DRL ഉണ്ട്. കണക്റ്റഡ് DRLs വന്നിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ആണ് ഇങ്ങനെ കണക്റ്റഡ് ആവാതിരിക്കുക. സോ അതുതന്നെ വന്നിട്ടുണ്ട്. സോ ഈ ഭാഗത്തിനൊരു മെച്യൂർ ഫേസ് ലുക്ക് വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കോഡയുടെ നമുക്ക് ഡിജിറ്റൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഭാഗത്തിനകത്ത് യൂസ് ചെയ്ത എല്ലാ ലൈറ്റിംഗ് എലമെൻസും LED ആണ്. ഇനി ബമ്പേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് മാച്ച് ചെയ്യുന്ന പോലത്തെ ബമ്പറാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് 2 എയർ ഡാമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ ഒരു വെർട്ടിക്കൽ സ്ലാഷ് ഒരു എയർ ഡാമ്പും, അതുപോലെ ഇവിടെ ഒരു ഹണി ക്രോം ഗ്രിൽ പാറ്റനൈസേഷനിലൊരു എയർ ഡാമ്പ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൻ്റെ അകത്ത് 2 ടോണിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്. ഒന്ന് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു സിൽവർ ഗ്രേ ടൈപ്പ്. സോ ഇതൊരു വാഹനത്തിന് രസകരമായിട്ടുള്ള കോൺട്രാസ്റ്റ് നൽകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വാഹനത്തിൻ്റെ ഫേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഇനി ഈ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2 ബൾജസും അതുപോലെ തന്നെ ഇവിടെ ഒരു ഡീപ്പ് സ്വീപ്പ് കൊടുത്തിട്ട് അത് കാരണം തന്നെ രസകരമായിട്ടുള്ളൊരു ക്യാരക്ടർ ലൈനാണ്. സ്കോഡയുടെ പഴയ ടൈപ്പായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ 3D ടൈപ്പ് ഓഫ് ഒരു ലോഗോയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഭാരത് എൻകാപ്പിലെ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് സ്കോഡ കൈലാക്ക്. സോ അടുത്ത് തന്നെയാണ് അതിൻ്റെ റേറ്റിംഗ് ഫിഗേഴ്സൊക്കെ പുറത്ത് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം ഹെവിയാണ് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് വരുന്നത്. സോ ഇതിനു മുമ്പ് നമ്മൾ നല്ല കണ്ട് പരിചയമുള്ള എൻജിൻ തന്നെയാണ് എൻ്റെ തിരിക്കുന്നത്. 1 ലിറ്റർ TSI സെയിം എൻജിൻ തന്നെയാണ് കുഷാക്കിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ശരിക്കും ഹീറ്റ് ഇൻസുലേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രോപ്പറാണ്. പക്ഷേ മിസ് ഔട്ട് ചെയ്ത കേസ് എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ടോപ്പിലെ ഇൻസുലേഷനും അതുപോലെ തന്നെ സൈഡിലെ ഇൻസുലേഷനും നല്ല രീതിക്കുള്ളൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് NVH ലെവൽസ് എന്നുള്ള കാര്യം നോക്കാം. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു NVH ലെവൽസ് നല്ല രീതിക്ക് അകത്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ആ ഒരു ഇൻസുലേഷൻ പ്രത്യേകിച്ച് ഈ ഒരു എൻഡിൽ നമുക്ക് കുറവായിട്ട് ഫീൽ ഉണ്ട്. ബാക്കിയുള്ള കേസിൽ പ്രോപ്പറായിട്ടുള്ള മാനേജ് ചെയ്തൊരു എൻജിൻ കമ്പാർട്ട്മെൻറ്റാണ് കൈലാക്കിൻ്റെ. കൈലാക്കിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാഹനം സബ് 4 മീറ്റർ ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 3995 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ നീളം വരുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്ന സംഭവം അത്രത്തോളം കുറഞ്ഞിട്ടില്ല. കൃത്യമായി നോക്കുകയാണെങ്കിൽ 2566 ആണ്. ഇഫ് കമ്പയർഡ് ടു ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാം. കുഷാക്കായിട്ട് നോക്കുകയാണെങ്കിൽ കുഷാക്കിന് വരുന്നത് 265 ആണ്. ഏകദേശം 80 mm കുറവുള്ളൂ.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും 80 mm എന്ന് പറയുമ്പോൾ അകത്ത് സ്പേസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. ആക്ച്വലി അങ്ങനെയല്ല. കാരണം കുഷാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ 4 മീറ്റർ മുകളിൽ വാഹനം, അതായത് ഇപ്പോൾ ക്രെറ്റയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഷാക്കിനാണ് ഏറ്റവും കൂടുതൽ വീൽ ബേസ്. സോ ആ ഒരു കമ്പാരിസൻ്റെ അകത്ത് അത്രത്തോളം പ്രശ്നം വരാനുള്ള വഴിയില്ല അകത്ത്. എന്തായാലും അകത്ത് നമുക്ക് ഇൻ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ കുഷാക്ക് പോലെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് MQB AOIN പ്ലാറ്റ്ഫോമാണ്. പക്ഷേ പല സ്ഥലങ്ങളും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ചാസിയിൽ മാറ്റമുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഓവർ ഹാങ് എന്ന് പറയും, അത് ടയറിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം, പ്രത്യേകിച്ച് ഫ്രണ്ടിലും റിയറിലും ആ ഒരു ഭാഗത്തും ചെറിയ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ്, എൻജിൻ ട്യൂണിങ്, അതുമാത്രമല്ല സ്റ്റിയറിംഗ് റെസ്പോൺസിലും നല്ല രീതിക്കുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഈ വാഹനം കുഷാക്കിനെ ഒറ്റയടിക്ക് കട്ട് ചെയ്തിട്ട് ഒരു കൈലാക്കാക്കിയതല്ല, ഈ വാഹനത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസിനെ തുടങ്ങാം. അപ്പോൾ അലോയ് പാറ്റേൺ ഡ്വൽ ടോണാണ്, 17 ഇഞ്ചസ് ആണ് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ്. അത് മാത്രമല്ല രസകരമായിട്ടുള്ള ആ ഒരു ആക്ക് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു SUV ഫീൽ നൽകുന്നത് പറയാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ക്ലീൻ ആൻഡ് നീറ്റ്. ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഇംപ്രസീവ് എന്ന സംഭവം ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 189 mm, അത് കൃത്യം പറഞ്ഞാൽ 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. സോ 4 പേര് വെച്ച് പ്രത്യേകിച്ച് ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അടി തട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയാം. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ പ്രൊപ്പോർഷൻസ് ആണ്. അപ്പോൾ പ്രോപ്പർലി ഡിസൈൻ ചെയ്താണ്. എവിടെയും നമുക്ക് ആ ഒരു കട്ട് അല്ലെങ്കിൽ ചോപ്പ് ഫീൽ വരുന്നില്ല. ഇവിടെ നമുക്കൊരു റൂഫ് റെയിൽസ് വരുന്നത് പക്ഷേ ഇൻഎഫക്റ്റീവാണ്. അതായത് ഇവിടെ നമുക്ക് വെയിറ്റ് വയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ചെറിയ സൺ റൂഫ് വരുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് സൺ റൂഫ് ഉറപ്പായിട്ടും ഒരു ഡിസിഷൻ മേക്കറാണ്, പ്രത്യേകിച്ച് സബ് കോമ്പാക്റ്റ് SUV വാങ്ങുമ്പോൾ. അതുമാത്രമല്ല നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നത്. സോ റേഡിയോ റിസപ്ഷൻ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഈ ഭാഗത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഇനി നമുക്ക് ഈ ഭാഗത്തിൻ്റെ റിയർ പ്രൊഫൈലും കൂടി ചെക്ക് ചെയ്യാം. വൺ ഓഫ് ദ ക്ലീനസ്റ്റ് റിയർ പ്രൊഫൈലാണ് സ്കോഡ കൈലാക്കിൻ്റെ എന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഫ്ലാംബോയിങ് ആയിട്ടുള്ള ഒരു നേച്ചറും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ വരുന്ന എല്ലാ വാഹനത്തിനകത്തും കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ കളിയാണ്. ആ സാധനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ക്ലീൻ ലുക്ക് കിട്ടുന്നത്. സോ ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്ലീൻ, നീറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്. അത് മാത്രമല്ല പ്രൊജക്ഷൻ കൂടുതലില്ലാത്തതുകൊണ്ട് ബൈ ചാൻസ് ഇത് തട്ടി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കോഡയുടെ ആ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ചെറിയ ഒരു ഡിസൈൻ ലാംഗ്വേജ് വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്ക് കൈലാക്കിൻ്റെ ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണോന്നോ അല്ലെങ്കിൽ ഈ വാഹനം മാനുവൽ ആണോ എന്നുള്ളതെന്ന് അറിയാനുള്ളൊരു സംഭവമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബാഡ്ജിങ് വരുന്നില്ല. നമുക്കിവിടെ ഒരു റിയർ വൈപ്പർ കാണാൻ പറ്റും. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. ബമ്പേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബമ്പേഴ്സും ഈ പറഞ്ഞ പോലെ ക്ലീനാണ്, നീറ്റാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 സെൻസേഴ്സും അതുപോലെ തന്നെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ അറിയേണ്ടത് വാഹനം സബ് കോമ്പാക്റ്റ് SUV ആണ്. സോ എത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ട്. സോ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലിറ്റർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 441 ലിറ്ററാണ്. അതായത് ഒരു ചെറിയ ഫാമിലി ഏകദേശം ഒരു 3 വലിയ ബാഗും അതുപോലെ ബാക്കിയുള്ള ബാഗൊക്കെ സുഖമായിട്ട് ഈ വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. എപ്പോഴും ഒരു വാഹനത്തിൻ്റെ ബൂട്ട് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ലിഫ്റ്റ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നാണ് നോക്കുക. അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് വല്ലാതെ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ വാഹനം ഫില്ലാണ്. അമ്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു 3 കിലോ വരെ തൂക്കിയിടാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു പാർസൽ ട്രേ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്ക ആളുകളും ചോദിക്കുക എന്താ വെച്ചാൽ പാർസൽ ട്രേ എന്തിനാണ് വാഹനത്തിൻ്റെ. അപ്പോൾ ഉറപ്പായിട്ടും ചെറിയ വാഹനമാകുമ്പോൾ ഈ ഒരു പാർസൽ ട്രേ ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് AC വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് AC വരില്ല. അപ്പോൾ ആക്ച്വലി ഇതൊരു വാക്യൂം സ്പേസ് പോലെയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നമുക്കൊരു വലിക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഭയങ്കര ക്ലെവറായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതായിരുന്നു കൈലാക്കിൻ്റെ റിയർ സ്പേസ്. സ്കോഡ കൈലാക്കിൻ്റെ സെക്കൻഡ് റോ ഓഫ് സീറ്റിങ്ങിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്ഥിരമായിട്ട് ഞാൻ ഇടുന്ന പോലെ എൻ്റെ കംഫർട്ട് പൊസിഷനിലാണ് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റുള്ളത്. എന്നിട്ടും എനിക്ക് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്പേസ് ഉണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അത്രത്തോളം സ്പേസ് തോന്നിയെങ്കിൽ പോലും എനിക്ക് എവിടെയും ഒരു ഡിസ്കംഫർട്ട് ഇല്ല എന്ന കാര്യം പറയാം. പ്രത്യേകിച്ച് എൻ്റെ മുട്ടുകളൊന്നും ഫ്രണ്ട് സീറ്റിൽ തട്ടുന്നില്ല. അതുമാത്രമല്ല എനിക്ക് മോശമല്ലാത്ത രീതിക്കുള്ളൊരു അണ്ടർ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നോർമലി സബ് കോമ്പാക്റ്റ് വാഹനത്തിൻ്റെ അകത്ത് എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാറില്ല. അപ്പോൾ കംഫർട്ടബിളാണ്. ഇനി കാല് കുറച്ചുകൂടി കയറ്റി വെക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ലംപ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ തൈ സപ്പോർട്ട് കുറച്ചും കൂടി പ്രോപ്പറാവെന്ന് പറയാം. ഇനി ഈ സീറ്റിൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഇതിനകത്തൊരു സ്കൂപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 2 സ്ഥലത്ത് മാത്രമേ സ്കൂപ്പുള്ളൂ. ഒന്ന് ഈ ഒരു സീറ്റിലും ഒന്ന് ഈ സീറ്റിലും. ആ ഒരു സ്കൂപ്പ് കാരണം തന്നെ നമ്മുടെ ബോഡി കറക്റ്റ് ഇൻടാക്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഇൻടാക്റ്റ് ആകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ലോങ് ക്രൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. അത് മാത്രമല്ല നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഇനി എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 ഫീറ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു 2 ഇഞ്ച് സ്പേസ് ഉണ്ട്. കാരണം ഈ വാഹനത്തിനകത്ത് സൺ റൂഫ് വരുന്നുണ്ട്. സോ സൺ റൂഫ് വരുന്ന ഒരു വാഹനത്തിനകത്ത് ഈ ഒരു
മൗൾഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ തല എവിടെയും തട്ടുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയാം. അപ്പോൾ കൈലാക്കാണ് സ്റ്റാർട്ടിംഗ് സെഗ്മെൻ്റ് ആണ്. സോ എന്തൊക്കെ അമ്യൂണിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അത്യാവശ്യം വേണ്ട എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. 2 AC വെൻസ് വന്നിട്ട് അത് പ്രോപ്പർലി ഫിനിഷ്ഡ് ആണ്. നമുക്ക് ആ നേൾ ഫിനിഷൊക്കെ കാണാൻ സാധിക്കും. 2 USB-C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനം ന്യൂ ജെൻ ആണ്, സോ ഓബ്വിയസ്ലി C ടൈപ്പ്. അതുപോലെ സ്കോഡ ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ സിംപ്ലി ക്ലെവർ ഫീച്ചേഴ്സ് ആയിരിക്കും. അതായത് ഇവിടെ നമുക്കൊരു ഹോൾഡർ ഉണ്ട്, അതൊരു മാഗസീൻ ഹോൾഡറിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫോൺ ഹോൾഡറും കൂടി ഉണ്ട്. സോ ഇങ്ങനെ ഫോൺ ഹോൾഡർ വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്സസിബിലിറ്റി പ്രോപ്പറാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പവർ വിൻഡോ ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ ഷോൾഡർ ലൈനേക്കാളും താഴെയാണ് ഇതിൻ്റെ വിൻഡോ ലൈൻ, സോ ദാറ്റ് നമുക്ക് നല്ല എയറി ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് ഫീലാണ്. ഇനി ഇത്രയും പോസിറ്റീവായി പറയുമ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ ഒരു സ്പേസിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ, അതായത് ഒരു സെൻറ്റർ സ്പേസാണ്, ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കുറച്ചും കൂടി ബാക്കിലേക്കാണ്. അത് മാത്രമല്ല ഫ്ലോർ ഓക്കെയാണ്, പക്ഷേ എൻ്റെ ഈ ഒരു നീ സപ്പോർട്ട് ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് കംഫർട്ടബിളി ഇരിക്കാൻ സാധിക്കില്ല. സോ 2 പേർക്ക് കംഫർട്ടബിളി ഇരിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടിയാണെങ്കിൽ വലിയ പ്രശ്നമില്ല എന്ന് പറയാം. 3 പേർക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്. എല്ലാ സീറ്റിനകത്തും ഐസോഫിക്സ് സീറ്റ്സ് എനേബിൾഡ് ആണ്. അതുമാത്രമല്ല ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ആംഗിളാണ്. സോ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ക്രൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. റീഡിംഗ് ലാംപ്സിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിലും കൂടി കൊടുത്തിട്ടുണ്ട്. സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഈ സീറ്റ് ഭയങ്കര ഫേവറേറ്റ് ആയി തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തിൻ്റെ സ്ലാൻഡിങ് ആംഗിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആണ്. ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ കുറച്ചും കൂടി സ്ലാൻഡിങ് ആംഗിൾ വേണം, കുറച്ചുകൂടി ചെരിഞ്ഞിരുന്നൊക്കെ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ചെറുതായിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് ആവും. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്തിൻ്റെ അകത്ത് നമുക്ക് ഒരൊറ്റ സെറ്റിംഗ് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. സോ ഇനി താഴത്തേക്ക് പോവില്ല. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ഭാഗത്തിന് 60-40 സ്പ്ലിറ്റ് ഉണ്ടായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തിനകത്ത് ബൂട്ട് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കും. സ്കോഡ കൈലാക്കിൻ്റെ ഫ്രണ്ട് റോയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കോഡയുടെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് വിത്ത് ക്വാളിറ്റി 100% ലഭിക്കും. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് റേഞ്ച് ഓഫ് സ്കോഡയാണ്. സോ എവിടെയെങ്കിലൊക്കെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, AC ക്ലസ്റ്റർ ആയിക്കോട്ടെ, ഈവൻ സീറ്റ്സും കൂടി ആ ഒരു സ്കോഡ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കൈലാക്കിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഭാഗത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പല ലെയർ ആയിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തൊരു ലെയർ ഫീൽ ചെയ്യും. അതിനുശേഷം ഇവിടെ 2-3 ലെയർ, അതിന് ശേഷമാണ് ഗ്ലോ ബോക്സ് വരുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഡാഷ്ബോർഡ്സ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ നൽകും. ഇവിടെയൊക്കെ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ലെതർ കൂടി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാഷ്ബോർഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഭാഗത്തിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡിൽ കൃത്യമായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത ടൈപ്പ് ഓഫ് ഇൻഫർടൈൻമെൻറ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ പുതിയ ജനറേഷൻ ഓഫ് സ്കോഡറിനകത്ത് എങ്ങനെ വെച്ചാൽ സ്റ്റാൻഡ് അലോൺ ടൈപ്പാണ്. പ്രത്യേകിച്ച് അത് സ്ക്വയറിഷ് ടൈപ്പ് ആയിരിക്കും. സോ ഈ ഒരു ആംഗിളിൽ വരും. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ആ സൈഡൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിനകത്ത് ഒരു പ്രശ്നമില്ല. റെക്റ്റാങ്കിൾ ടൈപ്പാണ്. ഏകദേശം 26 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ സ്ക്രീൻ ടു സ്ക്രീൻ റേഷ്യോ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ഫ്ലൂയിഡിക്കാണ്. അത് മാത്രമല്ല റെസ്പോൺസീവ് ആണെന്നുള്ള കാര്യം കൂടി പറയാം. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്താ സംഭവിച്ചാൽ ഈ ഭാഗത്തിന് ഞാൻ റിവേഴ്സിലിടുമ്പോൾ ഈ ഒരു ക്യാമറയുടെ സൈസ് വളരെയേറെ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു റെസൊല്യൂഷൻ പ്രത്യേകിച്ച് ഈ ഒരു 2025 ഇറങ്ങുന്ന ഒരു ഭാഗത്തിൻ്റെ റെസൊല്യൂഷൻ അല്ല. സോ ക്യാമറ കുറച്ചും കൂടി നല്ലതാക്കാമായിരുന്നു. ബാക്കി ഇൻഫർടൈൻമെൻറ്റ്സിനകത്ത് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ഓക്കെയാണ്. ഉറപ്പായിട്ട് നമ്മൾ സൗണ്ട് ട്യൂൺ ചെയ്യും ഇതേ വീഡിയോൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഹാപ്പിയാണെന്നുള്ള കാര്യം പറയാം, എക്സെപ്റ്റ് ഈ ഒരു റിവേഴ്സ് ആ ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ്റെ കേസിൽ. ഇനി എടുത്തു പറയേണ്ട കേസാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ കാണാൻ സാധിക്കും. സ്കോഡർ ബാജിങ് ഉണ്ട്, 2 കളർ ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെയൊക്കെ ഒരു പ്രത്യേകതരം ഫീലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തിനകത്ത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗ്ലോ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു കണ്ണട വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്തൊരു കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് അല്ല. ക്ലോസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു വെയിറ്റ് ഈ ഭാഗത്ത് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇനി സെൻറ്റർ AC വെൻസിൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഭയങ്കര ക്വാളിറ്റി കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടെ ആ ഒരു ക്രോമിൻ്റെ ഒക്കെ നേൾ ഫിനിഷ് ഈ ഭാഗത്തിനെ കുറച്ചുകൂടി പ്രീമിയം ആക്കുന്നുണ്ടെന്ന് പറയാം. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഭാഗത്ത് ഞാൻ അത്രത്തോളം ഒരു ഫാനല്ല. കാരണം ഇത് ഞാൻ കുഷാക്കിലെ കണ്ട സെയിം AC ക്ലസ്റ്ററാണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കൈയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ AC ഫാൻ പെട്ടെന്ന് അങ്ങോട്ട് കൂടും. അതുപോലെ നമ്മൾ കുറയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കേണ്ടി വരും. സോ ഇതിന് പകരം കുറച്ചും കൂടി ഫിസിക്കൽ ബട്ടൺ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഹാപ്പി ആയേനെ. അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു പരാതി. ബാക്കിയുള്ള കേസിൽ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ സീറ്റ്സിൻ്റെ കേസിൽ വെൻറ്റിലേറ്റഡ് സീറ്റ്സാണ്. സോ അതിന് നമുക്ക് കുറച്ചും കൂടി ആക്സസിബിലിറ്റി ഭയങ്കര സിമ്പിളാണ്. നോർമലി ചില ഭാഗത്തിനകത്തൊക്കെ എങ്ങനെ വെച്ചാൽ ഇൻഫോർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ തപ്പി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിനെ നമുക്ക് മാനുവലി ആയതുകൊണ്ട് സുഖമായിട്ട് അതിനെ ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 USB-C ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണെങ്കിൽ എൻ്റെ ലൈറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനകത്ത് വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. സോ ഈ ഒരു വാഹനം ഞാൻ രാവിലെ എടുക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, കാരണം ഡ്രൈവിലായിരുന്നു, ഇങ്ങനെ നോക്കും ഇപ്പോൾ ഫോൺ കയറിയില്ല. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയല്ല, ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ ഇങ്ങനെയാണ്. സോ
ഒരു വലിയൊരു ഫോൺ iPhone 15 Pro Max വരെ നമുക്ക് സുഖമായിട്ട് ചാർജിനിടാം. 12 വോൾട്ടിൻ്റെ ഒരു ചാർജറുണ്ട്. ഞാൻ ഓടിക്കുന്ന വാഹനം ഓട്ടോമാറ്റിക് വാഹനമാണ്, അതായത് 6 സ്പീഡ് 80, അതായത് ടോക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്നതാണ്. സോ അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റർ കാണാൻ സാധിക്കും. മാനുവൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു കീ സ്ലോട്ടർ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കപ്പി ഹോൾ ഉണ്ട്, പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്കിതിനെ നീക്കാൻ സാധിക്കും. സോ ലോങ് ക്രൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് കാര്യം പറയാം. ഇനി സ്റ്റിയറിംഗിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കോഡ മിക്ക വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ഇവിടെ എവിടെയും ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പാഡൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. സോ റെസ്പോൺസീവ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ഡ്രൈവിൽ ചെക്ക് ചെയ്യും. പക്ഷേ കംഫർട്ടബിൾ ആണ്. സ്റ്റിച്ചിങ് ലെതറിൻ്റെ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും സ്കോഡയെ കണ്ട ഒരു സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കോഡയാണ്. സോ ഉറപ്പായിട്ടും റീച്ച് ആൻഡ് റേക്ക് നമ്മൾ പ്രതീക്ഷിക്കാം. യെസ്, അപ്പോൾ റീച്ചും റേക്കും അവൈലബിൾ ഉള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ എർഗണോമിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് എർഗണോമിക്സ് ആണ്. പ്രത്യേകിച്ച് എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. ഗിയർ ഷിഫ്റ്റർ ആണെങ്കിലും AC ആണെങ്കിലും ഇൻഫോർടൈൻമെൻറ്റ് ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും പവർ വിൻഡോൻ്റെ സ്വിച്ച് ആണെങ്കിലും ഈ വാഹനത്തിൻ്റെ ലൈറ്റ് ആണെങ്കിലും, അത് മാത്രമല്ല നമുക്ക് എജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്പേസിലാണ് വെച്ചിട്ടുള്ളത്. അവിടെയും ഒരു ക്രോമിൻ്റെ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ഫോർ ദ പ്രീമിയം ലുക്ക്. അപ്പോൾ ഒരു വാഹനത്തിനകത്ത് വേണ്ട എല്ലാ സംഭവങ്ങളും വന്നിട്ട് ഇൻക്ലൂഡിങ് ഡെഡ് പെഡൽ. സോ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ക്രൂസ് ചെയ്യാൻ കുറച്ചും കൂടി രസകരമായിരിക്കും വാഹനത്തിനകത്ത്. സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല പ്രോപ്പറായിട്ടുള്ള ബോൾസ്റ്റേഡ് ആയിട്ടുള്ള സീറ്റ്സാണ്. പ്രത്യേകിച്ച് എൻ്റെ തടി വെച്ചിട്ടും ഇത് സുഖമായിട്ട് തന്നെ ഹഗ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഞാൻ പറഞ്ഞു വെൻറ്റിലേറ്റഡ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവർ ഡ്രൈവറിൻ്റെ അകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതും 6 വേ. സോ അതും നമ്മൾ ഒരിക്കലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇനി സൗണ്ട് സിസ്റ്റത്തിൻ്റെ കേസ് നോക്കാം. സൗണ്ട് ട്യൂണിങ്ങിൽ അപ്പോൾ സ്കോഡ കൈലാക്കിൻ്റെ പ്രൈസും ഈ വാഹനത്തിൻ്റെ സൗണ്ടിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ കുഷാക്കിലും ബാക്കിയുള്ള പ്രീമിയം വാഹനത്തിൽ കിട്ടുന്ന സെയിം ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ എൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് 6 സ്പീക്കർ സെറ്റപ്പാണ്. 4 ഡോർ പാഡിൽ, പ്രത്യേകിച്ച് ഫ്രണ്ടിൽ 2 ഫുൾ റേഞ്ച് സ്പീക്കേഴ്സും അതുപോലെ റിയറിൽ നോർമൽ സ്പീക്കേഴ്സും, അതിൻ്റെ കൂടെ നമുക്ക് A പില്ലറിൽ 2 ട്വീറ്റേഴ്സും കൂടി കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിനകത്ത് സബ് വൂഫർ വരുന്നില്ല. അപ്പോൾ നമുക്കിതിന് എങ്ങനെ സൗണ്ട് ട്യൂൺ ചെയ്യാമെന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓഡിയോയിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റിങ്സ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ടോട്ടൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 18 വട്ടം, ഇതിപ്പോൾ 1 പോയിൻ്റ് ആണ്, ഇത് 2 പോയിൻ്റ്, ഇത് 3 പോയിൻ്റ് ആണ്, ഇത് 4 ആണ്, ഇങ്ങനെ നമുക്ക് ഓരോരോ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി 0 to 18 പോയിൻ്റ് ഉണ്ട്. സോ 18 നിന്ന് ഇവിടെ ഒരു പോയിൻ്റ് മൈനസ് ചെയ്യുക, ജസ്റ്റ് ഒരു പോയിൻ്റ് മൈനസ് ചെയ്യുക. അതിനുശേഷം മിഡ് റേഞ്ചിൽ നമുക്ക് ഏകദേശം 8 പോയിൻ്റ് മൈനസ് ചെയ്താലാണ് ഈ ഒരു ഗ്രാഫ് കിട്ടുക. അതിനുശേഷം ബേസിൽ 6 പോയിൻ്റ് മൈനസ് ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കണം. കാരണം വെച്ചാൽ ഇത് ചിലപ്പോൾ 1 or 2 ഒക്കെ പോകും, പക്ഷേ ഈ ഒരു ചെറിയ മാറ്റത്തിലും നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ടിലെ മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇത് ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അതിനുശേഷം ബാലൻസ് ആൻഡ് ഫേഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോർമലി സെൻറ്ററിലായിരിക്കും, സെൻറ്ററിൻ്റെ ഇവിടുന്ന് 2 എണ്ണം ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിന് ശേഷം നമുക്ക് കൈലാക്കിലൊരു പാട്ട് കേൾക്കാം, അതിഗംഭീരമായിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ കൈലാക്കിൻ്റെ സൗണ്ട് ട്യൂണിംഗ് എന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഈ ഒരു സൗണ്ട് ട്യൂണിങ്ങിൻ്റെ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളുടെ കൈലാക്ക് ബുക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോക്രോമാറ്റിക് മിറർ വരുന്നത്. ഇതിനാണ് സ്കോഡ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബേസ് വേർഷൻ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ വാഹനത്തിനകത്ത് ഇലക്ട്രോക്രോമാറ്റിക് മിററും അതുപോലെ തന്നെ ഒരു ചെറിയ സൺറൂഫ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് വെയിലുണ്ടായിട്ട് നമുക്ക് മാനുവലി തന്നെ അടയ്ക്കേണ്ടി വരും. അല്ലാത്ത രീതിക്ക് ഓപ്പണിംഗ് നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കുള്ളൊരു ഓപ്പണിംഗ് ഉണ്ട്. സോ ഇത്ര തന്നെയുള്ളൂ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് കൊടുത്തിട്ടില്ല. അവിടെയാണിത് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ചെറിയ രീതിക്ക് കോസ്റ്റ് കട്ടിങ് വന്നില്ല. നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി ഉറപ്പായിട്ട് നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് സ്കോഡ കൈലാക്ക് എന്നുള്ള കാര്യം നോക്കാം. സ്കോഡ കൈലാക്കിൻ്റെ 2 വേർഷൻസ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ 6 സ്പീഡ് 80 വെച്ചിട്ടാണ്. സോ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാനൊരു 7,89,000 വില വരുന്ന ഒരു സ്കോഡ വാഹനം ഓടിക്കുക എന്നുള്ളൊരു ഫീൽ ഈ ഒരു വാഹനത്തിനകത്തില്ല. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇപ്പോൾ നോർമലി എന്താ വെച്ചാൽ നമുക്ക് വാഹനം വില കുറയുന്നതനുസരിച്ച് എവിടെയെങ്കിലൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു ഇൻറ്റീരിയേഴ്സിലും എക്സ്റ്റീരിയേഴ്സിലും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലും അത് ഫീൽ ചെയ്യുന്നില്ല. പുഷാക്കിൻ്റെ 1 ലിറ്റർ TSI നൽകുന്ന സെയിം ഒരു ഔട്ട്പുട്ടാണ്. പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് കുറച്ചും കൂടി പവർ കൂടുതൽ പോലെ ഫീൽ ചെയ്യും. റീസൺ എന്താ വെച്ചാൽ ഈ ഒരു വാഹനം കോമ്പാക്റ്റ് ആണ്. അത് മാത്രമല്ല വാഹനത്തിനകത്ത് വെയിറ്റ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആ വാഹനത്തിൻ്റെ ഒരു പെപ്പിനെസ് ഇഫ് കമ്പയർഡ് ടു കുഷാക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷേ ഡൈനാമിക്കലി ഈ ഒരു വാഹനത്തിനകത്ത് എവിടെയെങ്കിലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം പറയാം. അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്റ്റ് എഞ്ചിനീയേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ ഈ വാഹനം
കുഷാക്കിന് ചുമ്മാ മുറിച്ച് കയ്യിലാക്കിയതല്ല. ഈ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ചാസി, ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ്, ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് റെസ്പോൺസിലെ മാറ്റം, അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ അകത്ത് അവർ റീട്യൂണിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് പവർ കൂടുമ്പോൾ ഡൈനാമിക്കലി വാഹനം ലാക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇനി ഈ ഒരു സസ്പെൻഷൻ, ഇപ്പോൾ നോർമലി സ്കോഡ അല്ലെങ്കിൽ ജർമ്മൻ വാഹനങ്ങളുടെ സസ്പെൻഷൻ എങ്ങനെയാ വെച്ചാൽ കുറച്ചും കൂടി ഹാർഡ് സൈഡിലേക്കാണ് അവർ ട്യൂൺ ചെയ്യാറ്. പക്ഷേ കൈലാക്കിൻ്റെ കേസിലേക്ക് വന്നപ്പോൾ നമുക്ക് സ്പീഡ് ഓടിച്ചിട്ട് ഡൈനാമിക് വേണ്ട സമയത്ത്, ഇപ്പോൾ ഞാനിത് ഇങ്ങനെ സ്പീഡിൽ തിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു സസ്പെൻഷൻ, ആ സ്റ്റിഫ്നെസ് കാരണം തന്നെ നമുക്ക് ആ ഒരു കയ്യിൽ നിന്ന് പോകാത്ത ഫീലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ചാട്ടത്തിൽ നമുക്ക് എവിടെയോ ഒരു ഹ്യുണ്ടായി ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ഹ്യുണ്ടായി ഫീൽ വരാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് രീതിക്കാണ് എൻ്റെ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഇതും ഭയങ്കര ഹൈലൈറ്റ് ചെയ്യാൻ തോന്നി. കാരണം നോർമലി ഒരു സ്കോഡർ വാഹനത്തിനകത്ത് സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫർ ആവുന്ന സ്ഥിതിക്ക് ഈ വാഹനത്തിനകത്ത് നല്ല രീതിക്കുള്ള ഒരു കോമ്പിനേഷൻ. അത് സ്റ്റിഫർ ആവേണ്ട സമയത്ത് സ്റ്റിഫറും, അതുപോലെ തന്നെ സോഫ്റ്റ് ആവേണ്ട സമയത്ത് പ്രോപ്പറായിട്ടത് സോഫ്റ്റ് ആവുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് റെസ്പോൺസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആക്യുറേറ്റ് ഒന്നും നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. പക്ഷേ ഇഫ് കമ്പയർഡ് ടു അതർ സബ് 4 മീറ്റർ വാഹനം വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് നമ്മൾ സിറ്റി കണ്ടീഷൻസിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ലൈറ്റാണ്. പക്ഷേ നമ്മൾ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവും വരുന്നില്ല. അപ്പോൾ എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് അതിൻ്റെ അകത്ത് വരുന്ന 6 സ്പീഡ് 80 ആണ്. സോ നമുക്കറിയുന്ന പോലെ തന്നെ കുഷാക്കിലുള്ള പോലെ തന്നെ വെൽ കാലിബ്രേറ്റഡ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഗിയർ ഷിഫ്റ്റ്സ് ഒന്നും അറിയുന്നില്ല എന്ന് തന്നെ നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഷിഫ്റ്റ്സ് ഭയങ്കര ലീനിയറാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നൊരു സംഭവം കൂടി ഇവിടെ തന്നെ ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ഈ വാഹനത്തിന് റെവ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് പെട്ടെന്നൊരു സ്പീഡിന് വേണ്ടി റെവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എഞ്ചിനകത്ത് കൃത്യമായിട്ട് കേൾക്കും, ഭയങ്കര ഓഡിയബിളാണ്. അപ്പോൾ അത് ഞാൻ ഈ വാഹനത്തിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ NVH ലെവൽസിനകത്ത് പല സ്ഥലത്തും ഇൻസുലേറ്റേഴ്സ് നന്നായിട്ടുണ്ട്, പക്ഷേ പല ഭാഗത്തും ഈ വാഹനത്തിൻ്റെ ആ ഒരു നോയ്സ് അബ്സോർവ് ചെയ്യുന്ന സംഭവങ്ങൾ ലാക്ക് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് പ്രൈസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വാഹനം റെവ് ചെയ്യുമ്പോൾ അകത്ത് നല്ല രീതിക്ക് കേൾക്കാൻ സാധിക്കും. ഇനി സബ് 4 മീറ്ററിലൊരു വാഹനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം പവറിനെക്കാട്ടിലും കൂടുതൽ എത്രത്തോളം എഫിഷ്യൻസി ഇത് നൽകും. ഇപ്പോൾ പേപ്പേഴ്സിൽ വരുന്നത് വെച്ചാൽ 20 കിലോമീറ്ററിൻ്റെ അടുത്തതിന് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടെന്നാണ്. പക്ഷേ ഇന്നത്തെ ഡ്രൈവ് കണ്ടീഷൻസിൽ ഞാൻ നല്ല രീതിക്ക് ചവിട്ടി പൊളിക്കാന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും. അങ്ങനെ ഓടിക്കുമ്പോൾ ഈ വാഹനത്തിന് 10 കിലോമീറ്ററത്തോളം മാത്രമേ ഇതിന് ഫ്യൂൽ എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ റെഗുലറായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് ഏകദേശം ഒരു 14 to 16 അകത്താണ് എനിക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടിയത്. സോ ഓബിയസ്ലി ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടി എടുക്കുന്ന ആൾക്കാർ എല്ലാവരും ഫ്യൂൽ എഫിഷ്യൻസി നോക്കും. ആ ഒരു കേസിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ 16 കിലോമീറ്റേഴ്സാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് ഓടിക്കാൻ ഭയങ്കര സുഖമാണ് ഞാൻ പറഞ്ഞു. പക്ഷേ അതേപോലെ തന്നെ ഈ വാഹനത്തിന് നമുക്ക് കൺട്രോളിൽ നിർത്താനും സുഖമായിട്ട് സാധിക്കും. കാരണം ഈ വാഹനത്തിനകത്ത് വരുന്ന ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്സ് ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്ക് ബ്രേക്സ് വെച്ചിട്ട് ഈ വാഹനത്തിനെ കൃത്യമായിട്ട് നിർത്താനും സാധിക്കും. അപ്പോൾ കൈലാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ജർമ്മൻ എഞ്ചിനീയറിംഗ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഈ വാഹനത്തിനകത്ത് നല്ല രീതിക്കുള്ള ലോക്കലൈസേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിനകത്ത് ഇഫ് കമ്പയർഡ് ടു ഇതിൻ്റെ പഴയ BT സീരീസ് അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വാഹനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ വാഹനത്തിനകത്ത് 70 to 80% ലോക്കലൈസേഷൻ വന്നിട്ടുണ്ട്. സോ മിക്ക ആളുകൾക്ക് തോന്നും ലോക്കലൈസേഷൻ വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരിക്കലും BT സീരീസ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇറങ്ങുന്ന MQB IO പ്ലാറ്റ്ഫോമിൽ വരുന്ന മിക്ക വാഹനങ്ങളും വരുന്ന ഏകദേശം സെയിം ക്വാളിറ്റി തന്നെയാണ്. സോ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ജർമ്മൻ എഞ്ചിനീയറിംഗ് അറ്റ് അഫോർഡബിൾ പ്രൈസ് ടാഗ് ഫോർ ബൈയിങ് ആസ് വെൽ ആസ് മെയിൻറ്റെയിനിങ് എന്നാണ് സ്കോഡ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൈലാക്കിൻ്റെ ഡ്രൈവിംഗ് കൺവീനിയൻസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു യാത്ര ചെയ്യാൻ. പ്രത്യേകിച്ച് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബോണറ്റൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം വെച്ചാൽ മാത്രമേ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലത്തെ ഫീലാണ്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ORVM നോക്കുമ്പോൾ നമുക്ക് ചെറുതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് കാണേണ്ട സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കാണേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്കുള്ള IRVM പ്രോപ്പറാണ്. സോ ഈ വാഹനത്തിൻ്റെ എർഗണോമിക്സ് ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ ബെസ്റ്റ് എർഗണോമിക്സ് ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് എവിടെയും എനിക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് അങ്ങനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. സോ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിക്കുള്ള വിസിബിലിറ്റിയും കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഓടിച്ചത് ടോർക്ക് കൺവേർട്ടർ ആയിരുന്നു. അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. സോ നമ്മൾ ഓട്ടോമാറ്റിക് നേരെ സ്വിച്ച് ചെയ്ത് മാനുവലിലേക്ക് വന്നു. മാനുവലിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ റെവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ആക്ച്വലി സെക്കൻഡിലിട്ട് റെവ് ചെയ്യാണ്, ഓട്ടോമാറ്റിക് പോലെ ആ എഞ്ചിൻ അങ്ങോട്ട് കയറി വരുന്നില്ല അകത്തേക്ക്. പവറിനൊരു കുറവില്ല. നമുക്കിപ്പോൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ടേൺസും കേർവ്സൊക്കെ എടുക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു കയറി വരുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി എൻജിൻ കമ്പാർട്ട്മെൻറ്റ് തുറന്നു നോക്കിയപ്പോൾ അവിടെ ഇൻസുലേഷനിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കിനാണ്
കുറച്ചും കൂടി ശബ്ദം കൂടുതൽ ഇഫ് കമ്പയർഡ് ടു മാനുവൽ. ഇതിപ്പോൾ എൻ്റെ ഫീലാണ്, ഉറപ്പായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു മാനുവൽ ബഫാണ്. അതായത് മാനുവൽ വാഹനം ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓടിക്കുന്ന വാഹനം മാനുവൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു എഞ്ചിനും അതുപോലെ തന്നെ ഈ ഒരു മാനുവൽ ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു ഇഷ്യൂസൊക്കെ ഭയങ്കര പ്രോപ്പറാണ്. ഷോർട്ട് ഗിയേഴ്സാണ്. അതുമാത്രമല്ല നമ്മളിപ്പോൾ സിറ്റി കണ്ടീഷൻസിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ടോപ്പ് ഗിയറിൽ തന്നെ നമുക്ക് മിനിമം സ്പീഡിൽ ഈ ഒരു വാഹനം ഓടിക്കാൻ സാധിക്കും. സോ ദാറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒഴിവാക്കാൻ സാധിക്കും. സ്ലോട്ട്സൊക്കെ ടോപ്പ് നോച്ചാണ്. നമുക്ക് ആ ഒരു ഫീല് എന്തായാലും കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഇഫ് കമ്പയർഡ് ടു ഓട്ടോമാറ്റിക് വെച്ച് നോക്കുമ്പോൾ മാനുവലിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ കമ്പനി പറയുന്നത് 18 19 എനിക്ക് കിട്ടിയില്ല, പക്ഷേ ഏകദേശം ഒരു 14 to 16 അകത്ത് എനിക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ആ ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന കാര്യം കൂടി പറയാം. സോ നിങ്ങൾ വാഹനത്തിന് പുഷ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഗിയർ ബോക്സ് മാനുവലാണ്. സ്കോഡ കൈലാക്കിൻ്റെ റിവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഒലിവ് ഗോൾഡ് കളർ, അതായത് പച്ച കളർ വാഹനത്തിലാണെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കുന്നത് ഒരു റെഡ് കളർ വാഹനമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ രണ്ട് വാഹനങ്ങളും ബേസിക്കലി എഞ്ചിൻ സെയിം ആണെങ്കിൽ പോലും അതിനകത്ത് യൂസ് ചെയ്ത ട്രാൻസ്മിഷനിൽ മാറ്റമുണ്ട്. ഗ്രീൻ കളർ വാഹനം യൂസ് ചെയ്യുന്നത് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണെങ്കിൽ ഇത് 6 സ്പീഡ് മാനുവലാണ്. സോ വേർഡിക്റ്റ് ഓഫ് സ്കോഡ കൈലാക്ക്. അപ്പോൾ ആക്ച്വലി 10 ലക്ഷത്തിന് താഴെ അല്ലെങ്കിൽ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ ഒരു ജർമ്മൻ വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സ്പേസിലൊരു വാഹനം ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ സ്കോഡ കൈലാക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നു. അപ്പോൾ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ചോദ്യം വരുന്നത് വെച്ചാൽ ഈ ഒരു വാഹനം പ്രൈസി ആയിരിക്കില്ലേ എന്ന്. അപ്പോൾ ആക്ച്വലി പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 7.89 ലാക്സ് ടിൽ ഒരു 17 ലാക്സ് വരെ പോവും. എക്സ് ഷോറൂം അല്ല, ഓൺ റോഡ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വാഹനങ്ങൾ ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ടോപ്പ് വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 17 ലാക്സിന് അടുത്ത് വരും. സോ ഈ ഒരു വാഹനം പ്രൈസി അല്ല. ഇനി അടുത്ത വരുന്ന ചോദ്യം എന്താ വെച്ചാൽ സംഭവം 10 ലക്ഷത്തിൻ്റെ അകത്ത് വാഹനം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാറ്റഗറിയിലെ വാഹനത്തിനനുസരിച്ചുള്ള ഒരു വാഹനമാണ് ഈ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. അത് സ്കോഡയുടെ ഇനീഷ്യൽ സീരീസ് ഓഫ് വാഹനം അല്ലെങ്കിൽ VWൻ്റെ ഇനീഷ്യൽ സീരീസ് ഓഫ് വാഹനമൊക്കെ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ തന്നെ ഒരു വാഹനം ഓൺ ചെയ്യാൻ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ MQB AOIN എന്നൊരു പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം ഈ വാഹനം കുറേയേറെ ലോക്കലൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 70 to 80% ലോക്കലൈസേഷൻ വരുന്ന കാരണം നമുക്ക് ഇതിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സബ് 4 മീറ്റർ കാറ്റഗറി വരുന്ന ഒരു SUV എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം ആ ഒരു സെയിം പ്രൈസ് ടാഗിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വാഹനം പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. 15,000 കിലോമീറ്ററിൽ ഒരു വട്ടം സർവീസ് ചെയ്താൽ മതി. അത് നോർമൽ ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലും സർവീസ് ചെയ്യുക. സോ സർവീസ് കോസ്റ്റ് എത്രയാണ് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5,000 റുപ്പീസിൻ്റെ താഴെയാണ് പുതിയ സ്കോഡ കൈലാക്കിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോയിട്ട് സ്കോഡ ഷോറൂമിൽ ഇത് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ സ്കോഡ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, കൈലാക്ക് ഇറക്കിയിട്ട് ഈ വാഹനത്തിന് മാക്സിമം വോള്യൂം സെല് ചെയ്യുക. അങ്ങനെ വോള്യൂം സെല് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. സോ ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് റിപ്പോർട്ട്. സോ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.